അങ്ങനെ ഇലക്ഷൻ ഡേ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനും വോട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മളിവിടെ ജീവിക്കുന്നതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ തന്നെയാണ് വോട്ടവകാശം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇന്ന് ഈ കയ്യിൽ പതിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കയ്യിൽ നെയിൽ പോളിഷൊക്കെ കളഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം അത് എനിക്കിഷ്ടമാണ് കേട്ടോ, അങ്ങനെ മഷി ഇങ്ങനെ തേക്കുന്നത്. ഈ നിൽക്കുന്ന റെഡ് ഷർട്ടാണ് അച്ഛൻ. അപ്പോൾ അച്ഛൻ അപ്പുറത്തെ ക്യൂവിൽ, ഞാൻ ഇപ്പുറത്തെ ക്യൂവിൽ. വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കും ചൂടും. ഇത് എൻ്റെ ഫ്രണ്ടാണ് ആരതി. അപ്പോൾ ഞങ്ങൾ ഏകദേശം അടുത്തടുത്ത് നിന്നുകൊണ്ട് കുറേ കത്തിയൊക്കെ വെച്ച് അങ്ങ് നിന്നു. അല്ലാണ്ട് എന്ത് ചെയ്യാനാ, മുടിഞ്ഞ ക്യൂ ആയിരുന്നു. ഇത് ഗായത്രി, ഇത് നമ്മുടെ ഒരു കൊച്ചാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. വോട്ടൊക്കെ ചെയ്ത് 3 വോട്ട് ചെയ്യായിരുന്നു. കാരണം ഇത് പഞ്ചായത്ത് ആയതുകൊണ്ട് 3 വോട്ടുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ഗ്രാമപഞ്ചായത്ത്. അങ്ങനെ അതൊക്കെ ചെയ്തു. വീട്ടിൽ ചെന്നപ്പോൾ അപ്പച്ചിയും വോട്ടൊക്കെ ചെയ്തിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അത് വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ടാണ് പോയത്, കുമരകത്ത്. അപ്പോൾ അവിടെ ചെന്നപ്പം കാത്തു നല്ല അവൽ വിളയിച്ചത് അവിടുത്തെ അമ്മ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതെനിക്ക് വായിൽ വെച്ച് തരുന്ന രംഗമാണ് നിങ്ങളത് കാണുന്നത്. അതിനിടയ്ക്ക് വീഡിയോ എടുക്കുന്നതിനൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. ഈ വീട്ടിലെ 5 സിസ്റ്റേഴ്സാണ് കേട്ടോ. ഇത് അവരുടെ അമ്മ, കല്യാണി അമ്മ. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, അവിടുത്തെ ദൈവങ്ങളുടെയൊക്കെ വിഗ്രഹങ്ങൾ അവരിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. രാത്രിയായപ്പോൾ നമ്മൾ ജസ്റ്റ് ലൈറ്റൊക്കെ ഇട്ട് നോക്കി. പിന്നെ നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ പോകാനാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ദേവീക്ഷേത്രമുണ്ട്. പണ്ട് ഞങ്ങളുടെയൊക്കെ വെല്ലിച്ചൻ, അതായത് ഞങ്ങൾ മാമൂലി എന്നാണ് വിളിക്കുന്നത്, എൻ്റെ അമ്മയുടെയൊക്കെ അച്ഛൻ ഒക്കെ വന്ന് ഭജന ഇരുന്നിട്ടുള്ള, അതായത് ഭജനയ്ക്ക് വന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ദേവി ടെമ്പിൾ. തൊട്ടടുത്തുള്ളതാണ്. ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടന്നു പോയപ്പോൾ എനിക്ക് പഴയ കാലമൊക്കെ ഓർമ്മ വന്നു. കുറേ പണ്ടൊക്കെ നമ്മളിങ്ങനെ നടന്ന് അമ്പലത്തിലൊക്കെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് വർത്താനമൊക്കെ പറഞ്ഞു പോകുന്ന ആ ഒരു മൊമെൻ്റൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു. എന്താ പറയുക, നല്ല ശാന്തമായിട്ടുള്ളൊരു കൊച്ചു ടെമ്പിൾ. ഇവർ പറയായിരുന്നു പണ്ട് ഇവിടെ ജസ്റ്റ് ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മണ്ണൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന ഭജനയൊക്കെ ചൊല്ലുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കണ്ടില്ലേ, നല്ല മാറ്റമൊക്കെ വന്നിട്ട് ഒരുപാട് ഉയർച്ച ആ അമ്പലത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ പ്രാർത്ഥിച്ചു, ദീപാരാധനയൊക്കെ കൂടി ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നി. പിന്നെ ഈ ബോർഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? ഞങ്ങളത് കണ്ടിട്ട് കുറേ ചിരിച്ചു കേട്ടോ, അതിൻ്റെ സ്ഥലപ്പേര് വായിച്ചിട്ട്. പിന്നെ നമ്മളിപ്പം ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇങ്ങോട്ട് നടന്നു വന്നു, തിരിച്ച് നമ്മൾ നടന്ന് പോകണ്ടല്ലോ, ഓട്ടോയ്ക്ക് പോകാമെന്ന് വെച്ചു. പിന്നെ ഈ അഗ്രസ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുള്ള ആളാണ്. ഇന്ന് വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഈ പേരുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഓട്ടോ വന്നു. തിരിച്ച് ഓട്ടോയിൽ കയറി വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.